ഇനി ഡേ 5 എന്ത് പഠിക്കും? ഡേ 5 ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി പഠിക്കുക. ചോദ്യം വരുന്ന ഏരിയ അല്ലേ? ഹയർ സെക്കൻഡറി അധ്യാപകരാകണമെങ്കിൽ സെറ്റ് പരീക്ഷ, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, നമ്മുടെ LBS സെന്റർ നടത്തുന്ന സെറ്റ് പരീക്ഷ നമ്മൾ പാസ്സായേ മതിയാവുകയുള്ളൂ അല്ലേ? അപ്പോൾ സെറ്റ് ഇപ്പം നമുക്ക് കേട്ടിട്ടും സെറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുതിയ നിയമവിധി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സെറ്റിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ എന്താ? നമ്മുടെ LBS സെന്റർ തന്നിരിക്കുകയാണ്. മെയ് 22 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ മെയ്യിൽ നോട്ടിഫിക്കേഷൻ വന്നു. ജൂണിലോ ജൂലൈയിലോ, ജൂൺ അവസാനമോ ജൂലൈയിലോ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സെറ്റിന്റെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ നിയർലി ഒരു 50-60 ദിവസങ്ങളെ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ സെറ്റ് ഇപ്പോൾ പല വിഷയങ്ങളിലായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റ് പോർഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്തോളും അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് പാർട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷേ സെറ്റിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അറിയാമല്ലോ, സബ്ജക്റ്റ് പോർഷന് മാത്രം മാർക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. ജനറൽ പാർട്ടിന് അല്ലെ, ഫസ്റ്റ് പേപ്പറിനും നിശ്ചിതമായ മാർക്ക് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റ് പാസ്സാവുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഏത് പോർഷനെ ബേസ് ചെയ്തിട്ടാണ്? ജനറൽ പേപ്പർ 1 ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ചുരുക്കം സമയം കൊണ്ട് നിങ്ങളിപ്പോൾ എല്ലാവരും അധ്യാപകരാണ്, നിങ്ങൾക്ക് എന്തറിയാം? സബ്ജക്റ്റ് പേപ്പർ നല്ല ആഴത്തിൽ അറിയുന്നവരായിരിക്കും. ജനറൽ പേപ്പറിൽ നമുക്ക് കറണ്ട് അഫെയറും മാത്സും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷും ഒക്കെ വരുന്നുണ്ട് അല്ലെ? GK പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും? അവിയൽ പരുവത്തിൽ ഇരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയ്ക്കൊക്കെ തൽക്കാലം ഒന്ന് അവധി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ള സമയം കൊണ്ട്, സമയമില്ല എന്നുള്ളതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഉള്ള സമയത്ത് ഒരു 50 ദിവസം കൊണ്ട് നമുക്ക് സെറ്റിന്റെ ജനറൽ പേപ്പർ ഒന്ന് പഠിച്ചെടുക്കാം. റെഡിയാണോ? സെറ്റിന്റെ ജനറൽ പേപ്പറിലെ 6 യൂണിറ്റുകളും നമ്മൾ 50 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും. ഈ 50 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിനെ റിവൈസ് ചെയ്യാം. സബ്ജക്റ്റ് പേപ്പറിനെ ഞാനിവിടെ ഉൾക്കൊള്ളിക്കാത്തതിന്റെ കാരണം അത് കുറച്ചുകൂടെ വാസ്റ്റ് ആണ്. അത് മാത്രമല്ല, അത് പല സബ്ജക്റ്റുകളിലായിട്ട് നിൽക്കുന്നതാണ്. കൺസേൺ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സബ്ജക്റ്റ് പേപ്പറിന്റെ സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും നമ്മുടെ അധ്യാപകര്, സബ്ജക്റ്റ് കൺസേൺ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അത് വന്ന് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ സെറ്റ് പേപ്പർ 1 സ്റ്റഡി പ്ലാൻ നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്? 50 ദിവസം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? സെറ്റിന്റെ ജനറൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യും. എത്ര യൂണിറ്റുകളാണ് നമുക്കുള്ളത്? നമുക്ക് 6 യൂണിറ്റുകളാണ് സെറ്റിന്റെ ജനറൽ പേപ്പറിനകത്ത് നിൽക്കുന്നത്. ഏതൊക്കെയാണ് ആ യൂണിറ്റ് എന്ന് ആദ്യം ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ യൂണിറ്റ് ജനറൽ സ്റ്റഡീസ് ആണ്. അവിടെയാണ് നമുക്ക് GKയും മാത്സും സയൻസും ഒക്കെ പഠിക്കേണ്ടി വരുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് ജനറൽ സ്റ്റഡീസ് ആണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആണ് ലാംഗ്വേജ് ആൻഡ് റീസണിങ് വരുന്നത്. ലാംഗ്വേജ് ആൻഡ് റീസണിങ് നമുക്ക് മെന്റൽ എബിലിറ്റിയും അതുപോലെ ഇംഗ്ലീഷും പഠിക്കാനായിട്ടുണ്ട്. യൂണിറ്റ് 3 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് 3 നമ്മൾ കറണ്ട് അഫെയർ പഠിക്കണം. യൂണിറ്റ് 4 എന്താ പഠിക്കേണ്ടത്? ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. യൂണിറ്റ് 5 ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ് പഠിക്കേണ്ടത്. യൂണിറ്റ് 6 കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 6 യൂണിറ്റുകൾ അല്ലേ? അപ്പൊ ഇതില് നമ്മൾ ഓൾറെഡി BEd ഒക്കെ കഴിഞ്ഞവരായതുകൊണ്ട് നമുക്ക് എന്തറിയാം? ടീച്ചിങ്, ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഏകദേശം ഒരു ബന്ധം നമുക്കുണ്ട് അല്ലേ? പക്ഷേ കറണ്ട് അഫെയറോ ലാംഗ്വേജോ റീസണിങ്ങോ ജനറൽ സ്റ്റഡീസോ ഒന്നും മിക്ക ആളുകൾക്കും വലിയ പരിചയം ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനിയിപ്പോൾ സെറ്റ് നിങ്ങൾക്കറിയാം, കൊമേഴ്സുകാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്ക് അതുപോലെ ആന്ത്രപ്പോളജി പഠിച്ചവർക്ക്, ഇങ്ങനെയുള്ള വിഷയക്കാർക്ക് PGയോടൊപ്പം BEd വേണം എന്ന നിബന്ധനയില്ല. സെറ്റ് എഴുതാൻ ഇവർക്ക് BEd വേണം എന്ന നിബന്ധനയില്ല. ഇവർക്ക് PG മാത്രം മതി. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അറിയാൻ യാതൊരു വഴിയും ഇല്ല. അപ്പം എന്തായാലും ഈ 50 ദിവസത്തെ ടൈം ടേബിള് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ 50 ദിവസത്തെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഒന്നാം ഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് പഠിക്കുക. നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുന്നേ? അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കാണ് അല്ലേ? അപ്പൊ അറിയുന്ന കാര്യം പഠിച്ച് നമുക്കൊന്ന് ഓർമ്മ പുതുക്കി എടുത്തിട്ട് അറിയാത്തതിലേക്ക് പോകാം. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ ആദ്യത്തെ ഒരു 25 ഡേയ്സ് 50 ദിവസത്തിൽ 25 ദിവസം കൊണ്ട് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വലിയ ആ ഒരു യൂണിറ്റ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, ബാക്കിയൊക്കെ നമുക്ക് ഈസിലി പഠിച്ചു പോകാം. അതിൽ ഡേ 1 ഒന്നാം ദിവസം, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഇത് പബ്ലിഷ് ചെയ്ത ദിവസം തന്നെ നിങ്ങൾ കാണും, അല്ലെങ്കിൽ അതിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും ഡേ 1 ഇന്നാണ് നിങ്ങളുടെ ഡേ 1 എന്ന് നിങ്ങൾ കരുതുക. ഡേ 1 നിങ്ങൾ എന്തു പഠിക്കണം? എഡ്യൂക്കേഷണൽ ഫിലോസഫി പഠിക്കണം. അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഫിലോസഫി, നമ്മുടെ ബുദ്ധിസം, ജൈനിസം, ഇസ്ലാമിക് തോട്ട്സ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഫിലോസഫി ആയിരിക്കണം ഒന്നാം ദിവസത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഡേ 2 വരുമ്പോഴോ എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓഫ് വെസ്റ്റേൺ തിയറീസ്. അവിടെയാണ് നമ്മൾ BEdന് പഠിച്ച ഐഡിയലിസവും നാച്ചുറലിസവും പ്രാഗ്മാറ്റിസവും റിയലിസവും ഒക്കെ വരുന്നത്, ഹ്യൂമനിസവും ഒക്കെ വരുന്നത് അവിടെയാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം. ഇതിന്റെ പ്രൊപ്പണൻസ് ആരൊക്കെയാണ്? ഇതിന്റെ മെയിൻ എയിംസ് എന്തൊക്കെയായിരുന്നു? ടെനൻസ് എന്തൊക്കെയായിരുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കണം. അപ്പൊ ഡേ 2 വെസ്റ്റേൺ ഫിലോസഫിയാണ് നമ്മൾ പഠിക്കേണ്ടത് ആണല്ലോ. ഡേ 3 വരുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷണലിസ്റ്റുകളെ കുറിച്ച് പഠിക്കാൻ പോകും. ഡേ 3 നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷണലിസ്റ്റുകളെ പറ്റി പഠിക്കുക. ഗാന്ധിജിയെ പഠിക്കണല്ലേ, നെയ്ത്താലിയും വാർധാ സിസ്റ്റം അല്ലെ, ബേസിക് എഡ്യൂക്കേഷൻ പഠിക്കണം. ടാഗോർ, ഗാന്ധിജിയെ പറ്റി പഠിക്കുമ്പോൾ അവിടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ മറക്കരുത്. ടാഗോർ നാച്ചുറലിസ്റ്റ് എഡ്യൂക്കേഷന്റെ ആളായിരുന്നു അല്ലെ. ശാന്തിനികേതൻ, വിശ്വഭാരതി സർവകലാശാല പഠിക്കണം. ടാഗോർ, വിവേകാനന്ദനെ പറ്റി പഠിക്കണം. പിന്നെയോ ഇന്ത്യക്കാരെ മാത്രം പഠിച്ചാൽ മതിയോ? അല്ല, വെസ്റ്റേണിനെ പഠിക്കണം. പ്ലേറ്റോയെ, റൂസോയെ, ജോൺ ഡ്യൂയിയെ, ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സിനെ എല്ലാം നിങ്ങൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിലോസഫേഴ്സിനെ ഒക്കെ നമ്മൾ ഡേ 3 നമുക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇപ്പോൾ ഗാന്ധിജി ആണെങ്കിൽ നെയ്ത്താലിം വാർധാ സിസ്റ്റം, ടാഗോർ ആണെങ്കിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, വിവേകാനന്ദൻ അതുപോലെ നമ്മുടെ ജോൺ ഡൂയി ആണെങ്കിൽ പ്രാഗ്മാറ്റിസ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ഓർത്തു വെക്കേണ്ടത് എന്ന് മറക്കരുത് കേട്ടോ. ഇനി ഡേ 4 നമ്മൾ എത്താം. ഡേ 4 സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് പഠിക്കേണ്ടത്. അതിൽ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി, എഡ്യൂക്കേഷനും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സോഷ്യൽ ചേഞ്ചിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേ 4 നിങ്ങൾ പഠിക്കുക. ഇനി ഡേ 5 എന്ത് പഠിക്കും? ഡേ 5 ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റി പഠിക്കുക. ചോദ്യം വരുന്ന ഏരിയ അല്ലേ, ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക. എഡ്യൂക്കേഷൻ വഴി ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്ന ചേഞ്ചിനെ പറ്റി നിങ്ങൾ പഠിക്കുക. ഇനി ഡേ 6 ഫിലോസഫി അവിടെ കഴിയുകയാണ്. ഡേ 6 നമ്മൾ സൈക്കോളജിയിലേക്ക് കടക്കുകയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയും അതിൻ്റെ ബേസ് അവിടെയാണ്. നമ്മൾ സൈക്കോളജിക്കൽ മെത്തേഡ്, ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനുള്ള മെത്തേഡുകളെ പറ്റി, സ്കൂൾസ് ഓഫ് സൈക്കോളജിയെ പറ്റിയൊക്കെ അവിടെ പഠിക്കുക. പിന്നെയോ പേഴ്സണാലിറ്റിയെ പറ്റി പഠിക്കുക. എന്താണ്? പേഴ്സണാലിറ്റിയെ പറ്റി പഠിക്കുക. ഡേ 7 എത്തുമ്പോഴേക്കും നമ്മൾ ഇന്റലിജൻസിനെയും ക്രിയേറ്റിവിറ്റിയെയും കുറിച്ച് പഠിക്കുക അല്ലേ. ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഇന്റലിജൻസിൽ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുക. മോട്ടിവേഷനെ പറ്റി, എനാക്ടിനെ പറ്റി പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യണം? ഡേ 7 നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡേ 1 തൊട്ട് ഡേ 7 വരെ എന്ത് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലേ. ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 25 ദിവസങ്ങൾ അല്ലെ, ആദ്യത്തെ 25 ദിവസങ്ങളിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അതിൽ 7 ദിവസത്തെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞു തന്നു അല്ലെ. ആദ്യത്തെ സ്റ്റേജിൽ 25 ദിവസം, അതിൽ 7 ദിവസം എന്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക്. നമുക്ക് മൊത്തത്തിൽ എത്ര ദിവസമാണുള്ളത്? 50 ദിവസം അല്ലെ. 50 ദിവസം കൊണ്ടാണ് നമ്മൾ സെറ്റിന്റെ ജനറൽ പേപ്പർ പഠിച്ചു തീർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 50 ദിവസത്തിൽ 7 ദിവസത്തത് പറഞ്ഞു. ഇനി നമുക്ക് എത്ര ദിവസമുണ്ട്? 43 ദിവസത്തെ ടൈം ടേബിളും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അത്രയും ഒരു ഡേയ്സിലെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് സെറ്റിന്റെ ജനറൽ പേപ്പർ ക്ലിയർ ചെയ്യണം എന്ന ഉറച്ച ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും.
നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50 ദിവസത്തെ സെറ്റ് ജനറൽ പേപ്പറിൻ്റെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ ഒരു ടൈം ടേബിള് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. 1-ാം ദിവസം മുതൽ 50-ാം ദിവസം വരെ എന്തു പഠിക്കണം, നിങ്ങൾ എവിടെയൊക്കെ റിവിഷൻ നടത്തണം, ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. സോ 7 ദിവസത്തെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. 8-ാം ദിവസം മുതൽ 50-ാം ദിവസം വരെയുള്ള ബാക്കിയുള്ള ടൈം ടേബിളും കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നന്നായി തന്നെ പഠിക്കുക. മറക്കണ്ട, ആരെങ്കിലും സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായി തന്നെ ഉഷാറായി തന്നെ പഠനം നടക്കട്ടെ. ജൂൺ അവസാനമോ ജൂലൈയിലോ നമ്മുടെ പരീക്ഷയുണ്ടാകാം. നന്നായി തന്നെ പഠിക്കുക. ഹയർ സെക്കൻഡറി HSST പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻസ് കുറേയൊക്കെ വന്നു. ഇപ്പോൾ പരീക്ഷ മെയിലും ജൂണിലും ഒക്കെ ആയിട്ട് പരീക്ഷ നടക്കുകയാണ്. ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മലയാളം പോലുള്ള വിഷയങ്ങളിലൊക്കെ ഇനിയും അടുത്ത വർഷം നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാണ്. സോ സെറ്റ് എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. ഗവൺമെൻറ് എക്സാംസിനാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലോ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലോ ഒക്കെ ഗസ്റ്റായി പോകണമെങ്കിൽ പോലും സെറ്റ് പരീക്ഷ നേടാതെ പറ്റില്ല. സോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ പഠനത്തിൽ ഗ്യാപ്പ് വന്നവരോ എന്തിരുന്നാലും ഏത് കാറ്റഗറിപ്പെട്ടവരാണെങ്കിലും നന്നായി പഠിച്ചു തുടങ്ങുക. സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. നന്നായി തന്നെ പഠിക്കുക. മറക്കണ്ട, സ്റ്റഡി പ്ലാൻ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി നമ്മളെ അറിയിക്കുക. അതിനൊക്കെയുള്ള വീഡിയോസുമായിട്ട് ഉണ്ടാവും. നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. എൻ്റെ ഒരു ടീം മൊത്തം ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.